9th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 18 ആണിത്. സോറി, ഇത് 18 ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറന്നത്. 18 ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ പി ക്യു ഇസ് ഈക്വൽ ടു 90 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു, അത് രണ്ടും ഈക്വലാണ് തന്നിട്ടുണ്ട്. പി ആർ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ക്യു ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ എന്നാണ് ചോദ്യം. ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ വശങ്ങളും തന്നിട്ടുണ്ട്. 6, 8, 10 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും രണ്ട് ഈക്വൽ ആംഗിൾസ് ഉള്ളതുകൊണ്ട്, ട്രയാങ്കിൾ പി ക്യു ആറിലും ട്രയാങ്കിൾ എ ബി സിയിലും രണ്ട് ഈക്വൽ ആംഗിൾസ് ഉള്ളതുകൊണ്ട് രണ്ടും ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിളാണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8/പി ക്യു ഈക്വൽ ടു 6/3, 6 പി ക്യു ഈക്വൽ ടു 8/3, പി ക്യു ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ ബി ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ചോദിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു 3 × 4 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ചോദിച്ചിട്ടുണ്ട്. എ ബി സിൻ്റെ ഹാഫ് ഇൻറ്റു 8 × 6 ഈക്വൽ ടു 24 സ്ക്വയർ സെൻറ്റിമീറ്റർ. റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിളുടെ ഏരിയൻ്റെയും 6:24 ഈക്വൽ ടു 1:4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്ക്വയറും സ്ക്വയറിൻ്റെ രണ്ട് എൻഡിലും ഒരു ഹെമിസ്ഫിയറിൻ്റെ ഇതാണ്. ഒരു ഹെമിസ്ഫിയറാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഒരു സെമി സർക്കിളാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചോദ്യം വന്നിട്ട് റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. 3 സെൻറ്റിമീറ്റർ. പിന്നെ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ, ഈ ഫിഗറിൻ്റെ പെരിമീറ്ററാണ്. അപ്പോൾ ഫിഗറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് സെമി സർക്കിളിൻ്റെ പെരിമീറ്ററാണ് 2 × 2πr പ്ലസ് രണ്ട് സൈഡ് വരുന്നുള്ളൂ. സ്ക്വയറിൻ്റെ രണ്ട് സൈഡ് വരുള്ളൂ. ഈ സൈഡും ഈ സൈഡും മാത്രമേ വരുള്ളൂ. അപ്പോൾ 2 × സൈഡ് ഇസ് ഈക്വൽ ടു 4πr പ്ലസ് 2 × സൈഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് ചെയ്തപ്പം 4 × π × റേഡിയസ് ഒക്കെ ചെയ്ത ആൻസർ 49.68 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 20ാമത്തെ ചുറ്റളവ് പെരിമീറ്റർ 18 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ വശങ്ങളുടെ ബന്ധം L/B = 4:3 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ചുറ്റളവ്, അതായത് പെരിമീറ്റർ 18 ആണെങ്കിൽ 2 × L+B = 18 L+B = 18/2 = 9 സെൻറ്റിമീറ്റർ. L/B 4:3 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ അതിൻ്റെ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ L+B 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 9 സെൻറ്റിമീറ്ററിൽ ലൈൻ വരച്ചു. 4:3 നമ്മൾ കട്ട് ചെയ്തു. 4 സെൻറ്റിമീറ്ററിലും 3 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ പാരലൽ ലൈൻ വരച്ചു. ഈ നീല എന്ന് പറഞ്ഞ ഈ ഒരു സൈഡും റെഡ് എന്ന് പറഞ്ഞ സൈഡും കൂടെ ചേർത്ത് വരച്ചു. ഈ രണ്ട് സൈഡും ഈക്വലായിരിക്കും. ഈ രണ്ട് സൈഡും ഈക്വൽ, റെഡ് രണ്ട് സൈഡും ഈക്വൽ. ഇത് റെഡിൻ്റെ സൈഡ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ, ചിത്രത്തിലെ ചെറിയ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ 4/3 മടങ്ങാണ് വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ. വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സിനേക്കാളും 4/3 ആണ്. അപ്പോൾ നമുക്ക് ബി സി = 9 തന്നിട്ടുണ്ട്. ചെറിയ ട്രയാങ്കിളിൻ്റെ ബി സി = 9 ആണ്. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ക്യു ആർ = എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ 4/3 × 9, 4/3 × 9 ചെയ്യുമ്പോൾ 4 × 3 12 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പി എൻ = എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പി എന്നും അതേപോലെ 6 × 4/3 = 8 സെൻറ്റിമീറ്റർ കിട്ടി. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി = 24 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എത്രയെന്ന് ചോദിച്ചാൽ 24 × 4/3 ചെയ്താൽ നമുക്ക് 32 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി = ഹാഫ് ബി എച്ച് = ഹാഫ് × 9 × 6. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ = ഹാഫ് × 12 × 18 = 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. റേറ്റ് = 1,759. അടുത്ത 29th ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് നോക്കട്ടെ. 21st കഴിഞ്ഞ് 22nd ഞാൻ ചെയ്തില്ലേ. 22nd ആണതല്ലേ. 22 രണ്ട് സംഖ്യകൾ ഓരോന്ന് ഗുണിച്ചപ്പോൾ സോറി, ഇത് 22nd ക്വസ്റ്റ്യൻ ആണ്. 22nd 22ാമത്തെ ചോദ്യമാണത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ കേട്ടോ.
ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ രണ്ട് സംഖ്യകളിൽ ഓരോന്നിലും ഒന്ന് കൂട്ടി ഗുണിച്ചപ്പോൾ, അതായത് രണ്ട് സംഖ്യ എടുത്തു, സംഖ്യകൾ ലെറ്റ് ദ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ, രണ്ടിലും 1 ആഡ് ചെയ്താൽ പറഞ്ഞിട്ട്, അപ്പോൾ x+1 × y+1 അതിനെ ഗുണിക്കാൻ പറഞ്ഞിട്ട്, അതിൻ്റെ പ്രോഡക്റ്റ് 1581 ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എഴുതി. അതേപോലെ രണ്ട് സംഖ്യകളിൽ നിന്നും 1 മൈനസ് ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ പ്രോഡക്റ്റ് 1421 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി ഇതിൻ്റെ കണക്ക് ചെയ്യുമ്പം രണ്ട് സംഖ്യകളിലേക്ക് ഗുണിച്ചു. x+1 × y+1 ഈസ് ഈക്വൽ ടു 1581 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പം x × y xy, x × 1 × x 1x, 1 × y y, 1 × 1 1. അപ്പോൾ xy + x+y + 1 ഈസ് ഈക്വൽ ടു 1581. xy + x+y ഈസ് ഈക്വൽ ടു 1581 - 1 ഈസ് ഈക്വൽ ടു 1580 കിട്ടി. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കണം. x - 1 × y - 1 ഈസ് ഈക്വൽ ടു 1421 ആണ്. അപ്പോൾ നമുക്ക് xy - x+y ഈസ് ഈക്വൽ ടു, അതായത് -x -y നമുക്ക് മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ x+y എന്ന് ബ്രാക്കറ്റ് എഴുതാം. 1420 കിട്ടി. ആ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് -x+y +x+y ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 2xy ഈസ് ഈക്വൽ ടു 3000 കിട്ടി. xy ഈസ് ഈക്വൽ ടു 1500. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം തോന്നുന്നുണ്ട്. xy എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം തോന്നുന്നുണ്ട് കേട്ടോ. ചോദ്യങ്ങളൊക്കെ അവസാനം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് xy പുട്ട് ദ വാല്യൂ ഓഫ് xy ഇൻ ഇക്വേഷൻ 1 നമ്മൾ കൊടുത്തു. അപ്പോൾ xy + x+y ഈസ് ഈക്വൽ ടു 1580 ആണ്. അപ്പോൾ x+y ഈസ് ഈക്വൽ ടു നമുക്ക് 80 കിട്ടി. ഇനി നമ്മൾ വേറൊരു ഐഡൻറ്റിറ്റി എടുക്കുകയാണ് നമുക്ക് x - y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. x+y² - x - y² ഈസ് ഈക്വൽ ടു 4xy ആണ്. ആ ഫോർമുലയെ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് x - y ഈസ് ഈക്വൽ ടു 20 കിട്ടി. ദെൻ നമുക്കിപ്പോൾ x+yയും കിട്ടി, x - yയും കിട്ടി. ഇനി നമ്മൾ എക്സും വൈ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. -yയും +yയും ക്യാൻസൽ ചെയ്ത് നമുക്ക് x ഈസ് ഈക്വൽ ടു 50 കിട്ടി, y ഈസ് ഈക്വൽ ടു 30 കിട്ടി. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ xy പ്രോഡക്റ്റ് എന്താണെന്ന് 50 × 30 ഈസ് ഈക്വൽ ടു 1500. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x+y എന്താണെന്നാണ്. x+y ഈസ് ഈക്വൽ ടു 80. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ x എന്താണ്, y എന്താണെന്നാണ്. എക്സും വൈയും നമ്മൾ 50ഉം 30ഉം ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി 23rd ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയെടുക്കട്ടെ കേട്ടോ. ഓക്കെ. 23rd ക്വസ്റ്റ്യൻ. വശങ്ങളുടെ നീളം 7 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമായ ഒരു ത്രികോണം വരച്ച്, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിനൊരു സർക്കിൾ വരയ്ക്കാൻ, ഒരു പരിവൃത്തം വരയ്ക്കാൻ അതോട് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. 24th ക്വസ്റ്റ്യൻ. ഇവിടെ പോയിൻ്റ് O തന്നിട്ടുണ്ട്. AB ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AB ഡയമീറ്ററാണ്, ഡയമീറ്ററിന് വ്യാസമാണ്. രണ്ടിൻ്റെ എൻഡിലും A - 2 ആണെങ്കിൽ B 10 ആണെന്ന് തന്നിട്ടുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ O എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ O ഈസ് ഈക്വൽ ടു, O കറക്റ്റ് സെൻറ്ററിലാണ്. -2 + 10/2 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ O 4ലാണ് ഇരിക്കുന്നത്. A ക്വസ്റ്റ്യൻ്റെ ആൻസർ അത്. ഓക്കെ. ഇനി B ഡയമീറ്റർ, വ്യാസം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 - 10 ഈസ് ഈക്വൽ ടു -12 ഈസ് ഈക്വൽ ടു 12 യൂണിറ്റാണ് ഡയമീറ്റർ, വ്യാസം. AOൻ്റെ നീളം എത്രയാണെന്ന്. അപ്പോൾ വ്യാസം 12 ആണെങ്കിൽ ആരം AO എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ്. അങ്ങനെ എഴുതി വെച്ചാലും മതി. പിന്നെ അടുത്ത D ക്വസ്റ്റ്യൻ. x - 3 ഈസ് ഈക്വൽ ടു x+7 ആണെങ്കിൽ x എന്താണ്. അപ്പോൾ x പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. x പോസിറ്റീവ് ആകുമ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കില്ല. x നെഗറ്റീവ് ആയി കൊടുത്താലേ നമുക്ക് പോസിബിളായിട്ട് ആൻസർ കിട്ടുള്ളൂ. എക്സിന് നെഗറ്റീവ് കൊടുക്കുമ്പോൾ x - 3 ഈസ് ഈക്വൽ -x+7 എഴുതിയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു -2 കിട്ടി. ഓക്കെ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബോക്സാണ്. ബോക്സിൻ്റെ വശങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 5ഉം ഒരു സൈഡ് 6 ആണ്. എല്ലാ കോർണറിനും x സെൻറ്റിമീറ്റർ വീതം മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനെ മടക്കിയൊരു ബോക്സ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ലെങ്ത്ത് എത്രയാണ് ചോദിച്ചാൽ x - 2x. ബ്രെഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 5 - 2x. ഹൈറ്റ് എത്രയാണ്, x. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അതിനെ വോളിയം ആക്കി എഴുതാം. v(x) ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ. 26 ക്വസ്റ്റ്യൻ. ഒരു ചിത്രമാണ്. ക്വസ്റ്റ്യൻ എടുക്കട്ടെ. 26 ഒരു ചിത്രം വരയ്ക്കാനാണ്. ഇവിടെ ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും വശങ്ങളുടെ നീളങ്ങളെല്ലാം 1.5 മടങ്ങ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ 1.5 മടങ്ങ് പറഞ്ഞാൽ 3/2 ആണ്. അപ്പോൾ ഈ സൈഡ്സിനെയൊക്കെ നമ്മൾ 3/2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 7.5, 4.5 എല്ലാ വശങ്ങളും BC CD എല്ലാം വശങ്ങളും മാറും. എന്നിട്ട് ആ പുതിയ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ഓക്കെ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ എടുക്കട്ടെ. 27. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് ഇവിടെ തന്നിരിക്കുന്നത്, ചുറ്റളവ്.
അതിൻ്റെ ഒരു സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സൈഡ് ഈക്വൽ ആണല്ലോ. അപ്പോൾ 60/3 = 20 സെൻറ്റിമീറ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഏരിയ എന്താണെന്ന് വെച്ചാൽ √3a² ആണ് ഫോർമുല. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 173 സെൻറ്റിമീറ്റർ² കിട്ടി. ഓക്കെ. സൈഡ് ഓഫ് റെഗുലർ ഹെക്സാഗൺ. അപ്പോൾ ഈ എല്ലാ ഈ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനും കൂടെ ചേർത്തി ഒരു റെഗുലർ ഹെക്സാഗൺ, ഒരു ഷഡ്ഭുജ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എത്ര വെച്ചാൽ സൈഡ് അതിൻ്റെ മറ്റേതിൻ്റെ സൈഡ് തന്നെ, മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നെ 20 സെൻറ്റിമീറ്റർ. പിന്നെ ഏരിയ = അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ട ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 3√3a² 2 ആണ്. അപ്പോൾ 3√3a² 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1038 കിട്ടും. അത് അങ്ങനെ ചെയ്തിട്ടെങ്കിലും കുഴപ്പമില്ല. ഈ ട്രയാങ്കിൾ, ഇങ്ങനത്തെ 6 ട്രയാങ്കിൾ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 6 ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്താൽ മതി. 173 × 6 ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരേപോലെ തന്നെ കിട്ടും. ഓക്കെ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വലിയൊരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ, വ്യാസം 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏരിയ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ = πr², 36 π സെൻറ്റിമീറ്റർ². ഇനി റേഡിയസ് ഓഫ് C2, ഞാൻ ഈ സർക്കിൾ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ വ്യാസത്തിൻ്റെ പകുതിയാണ് അതിൻ്റെ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യാസം വന്നിട്ട് റേഡിയസ് = അതിൻ്റെ വ്യാസം 6 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് = 6/2 = 3 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ സർക്കിൾ 3ൻ്റെ പിന്നെ ഡയമീറ്റർ 1/3 ഓഫ് 12 ആണ്. 12ൻ്റെ, അതായത് ആദ്യത്തെ സർക്കിളിൻ്റെ വ്യാസത്തിൻ്റെ ഡയമീറ്ററിൻ്റെ 1/3 ഭാഗമാണ്. അപ്പം 1/3 × 12 = 4 കിട്ടി. ദെൻ റേഡിയസ് = 4/2 = 2 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഷെയ്ഡഡ് പാർട്ട് കൊടുക്കാൻ മറന്നുപോയി. ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഷെയ്ഡഡ് പാർട്ട്. ഇതൊക്കെയാണ് ഷെയ്ഡഡ് പാർട്ട് അല്ലേ. അപ്പോൾ ഈ ഷെയ്ഡഡ് പാർട്ട് സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ സ്മോൾ സർക്കിൾ. ഏരിയ ഓഫ് ദ ബിഗ് സ്മോൾ സർക്കിൾസ്. ഒരു മിനിറ്റ്. ഏരിയ ഓഫ് ദ ബിഗ് സർക്കിൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് 36 π എന്ന്. പിന്നെ ഏരിയ ഓഫ് ദ സ്മോൾ സർക്കിൾസ് രണ്ടും കൂടെ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഒരു സ്മോൾ സർക്കിളിൻ്റെ ഒന്നിൻ്റെ റേഡിയസ് 3 ആണ്, ഒന്നിൻ്റെ റേഡിയസ് 2 ആണ്. അപ്പം 9 π + 4 π അങ്ങനെ 13 π കിട്ടി. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 23 π സെൻറ്റിമീറ്റർ² കിട്ടി. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 29th ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് ലൈനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്താണെന്ന് എഴുതാൻ ചോദിച്ചത്. ആ നെക്സ്റ്റ് ലൈൻ എഴുതിയ അതാണ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ 9ാമത്തെ ലൈനിൻ്റെ സംഖ്യ എത്രയായിരിക്കും ചോദിക്കുമ്പോൾ 10² ആണ് കിട്ടുക, 100. പിന്നെ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 25 × 24 + 25. അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ n² ആണ് കിട്ടുക. ഇവിടെ n+1 × n ആണ് കിട്ടുക. ഓക്കെ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യും.